Application of the ratio 1:1 and 1:3:2. 1:1 1:3:2 എന്നീ അംശബന്ധങ്ങളുടെ പ്രയോഗങ്ങൾ. ടെക്സ്റ്റ് ബുക്കിൽ ഈ രീതിയിലൊന്നും അല്ല ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഈ ഒരു റേഷ്യോ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിരിക്കും. ഈ രീതിയിൽ പഠിച്ചാൽ ഈ ഒരു ചാപ്റ്ററിനെ ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് പാർട്ടിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പെട്ടെന്ന് മനസ്സിലായി ആൻസർ എഴുതാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നല്ലത്. അപ്പൊ എവിടേക്കാണ് നമ്മൾ ഈ റേഷ്യോ ഉപയോഗിക്കുന്നത് എന്ന് ഹെഡിങ് വെച്ച് പഠിച്ചാൽ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് വരും. സോ ഒന്നാമതായിട്ട് നമ്മൾ ഈ ഒരു റേഷ്യോ യൂസ് ചെയ്യുന്നത് to find the ratio sides of any non-right triangle. മട്ടത്രികോണമല്ലാത്ത മറ്റേതൊരു ത്രികോണത്തിന്റെയും വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണാൻ നമുക്ക് ഈ റേഷ്യോ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഓർക്കുക, ടു ഫൈൻഡ് ദ റേഷ്യോ സൈഡ്സ് ഓഫ് എനി നോൺ റൈറ്റ് ട്രയാങ്കിൾ. ഇതുവരെ നമ്മൾ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് പരിചയിച്ചത്. അപ്പോൾ ഈ ഒരു റേഷ്യോ ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റേതൊരു ട്രയാങ്കിളിന്റെയും സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ കാണാൻ കഴിയും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എനി ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിളിന്റെയും ഏരിയ കണ്ടുപിടിക്കാൻ ഈ റേഷ്യോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് പാരലോഗ്രാം. സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണുന്നതിനും നമുക്ക് ഈ ഒരു റേഷ്യോ ഉപയോഗിക്കാവുന്നതാണ്. നാലാമത്തെ ആപ്ലിക്കേഷൻ, ടു ഫൈൻഡ് സർക്കം റേഡിയസ് ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഒരു സമഭുജ ത്രികോണത്തിന്റെ പരിവൃത്ത ആരം കാണുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മ വെക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ ആദ്യം നമ്മൾ പറഞ്ഞത് 45, 45, 90 എന്ന ആംഗിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? 1:1 എന്ന റേഷ്യോ ആയിട്ട് കണക്ട് ചെയ്യാം. 30, 60, 90 എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? 1:3:2 എന്ന റേഷ്യോ ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ റേഷ്യോ അപ്ലൈ ചെയ്യുന്ന ഭാഗങ്ങൾ എന്തിനൊക്കെയാണ്? ഒന്നാമത്തത്, ടു ഫൈൻഡ് ദ റേഷ്യോ സൈഡ്സ് ഓഫ് എനി നോൺ റൈറ്റ് ട്രയാങ്കിൾ. മട്ട ത്രികോണമല്ലാത്ത മറ്റേതൊരു ത്രികോണത്തിന്റെയും വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണുന്നതിന്. പിന്നെ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് പാരലോഗ്രാം, ടു ഫൈൻഡ് ദ സർക്കം റേഡിയസ് ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഈ 4 പോയിന്റും കൂടെ ഓർത്തു വെക്കുക. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ വന്നോളും. ബാക്കി പ്രോബ്ലംസ് ഒന്നും ബൈഹാർട്ട് അടിച്ച് പഠിക്കരുത്. ഈ 2 കാര്യങ്ങൾ മാത്രം ഓർക്കുക. ഈ റേഷ്യോന്റെ കാര്യം ഓർക്കുക. ഇത് അപ്ലൈ ചെയ്യുന്ന 4 ഏരിയാസും പഠിക്കുക. ഈ 4 ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇനി പഠിക്കും. ആദ്യം ആപ്ലിക്കേഷൻ 1, ടു ഫൈൻഡ് ദ റേഷ്യോ സൈഡ്സ് ഓഫ് എനി നോൺ റൈറ്റ് ട്രയാങ്കിൾ. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാമിന് ചോദിച്ച SSLC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ 1, 1:1 1:3:2 എന്ന റേഷ്യോയുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് എനി നോൺ റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് ആദ്യം പോവാം. ആദ്യം ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം, പേജ് നമ്പർ 101. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ 105 ഡിഗ്രിയാണ്. മറ്റു 2 ആംഗിൾസ് 45ഉം 30. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ത്രികോണത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണും. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ കോമൺ ആംഗിൾസ് ക്വസ്റ്റ്യനകത്ത് ആംഗിൾസിൽ തന്നിട്ടുണ്ടോ എന്നാണ്. ഏതൊക്കെയാണ് കോമൺ ആംഗിൾസ്? 30, 45, 60. ഈ 3 ആംഗിൾസിൽ ഏതെങ്കിലും ഒന്നെങ്കിലും തന്നിട്ടുണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കറിയാം 13 തന്നിട്ടുണ്ട്, 45ഉം തന്നിട്ടുണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിനെ 45 വന്നാൽ 45, 45, 90 എന്ന രീതിയിലേക്ക് മാറ്റണം. 30 വന്നാൽ 30, 60, 90 എന്ന രീതിയിലേക്ക് മാറ്റണം. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ 45 ആണ്. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ല. അപ്പൊ ഈ റേഷ്യോ യൂസ് ചെയ്യണമെങ്കിൽ 30, 60, 90ന്റെ റേഷ്യോയും 45, 45, 90ന്റെ റേഷ്യോ യൂസ് ചെയ്യണമെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കണം.
അപ്പൊ ഇതിനെ നമുക്ക് രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആക്കി മാറ്റാം. എങ്ങനെ? ഒരു പെർപെൻഡിക്കുലർ അല്ലെ, ഇതിനെ ഈ 105നെ ആ രീതിയിലേക്ക് മാറ്റുന്നതിനായിട്ട് ഭാഗിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇപ്പോൾ ഇതിനെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് 45 ആണ്, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ ഇതൊരു 90 ഡിഗ്രി ആയിരിക്കണം. സോ ഇവിടെ വരുന്ന ആംഗിൾ എന്തായിരിക്കണം? 45 ആയിരിക്കണം. ഇത് 30 ആണ്, ഇത് 90 ആണ്. സോ ഇവിടെ ഉള്ളത് എന്തായിരിക്കണം? 60 ആയിരിക്കും. ആണല്ലോ, നോക്കി നോക്ക്. 45ഉം 60ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 105 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈസിയാണ്, ഇതിനകത്ത് ഒരു സൈഡും തന്നിട്ടില്ല. 45, 45, 90 എന്ന് വന്ന റേഷ്യോ എന്തായിരിക്കണം? 1:1:√2. 30, 60, 90 വന്നാൽ റേഷ്യോ എന്തായിരിക്കണം? 1:√3:2 ആണല്ലോ. അപ്പൊ നോക്കിക്കോളൂ, 45 ഒരു 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. സോ ഈ സൈഡ് 1. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. സോ ഈ സൈഡ് 1. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എന്തായിരിക്കണം? √2 ആയിരിക്കണം. സോ ഈ സൈഡ് √2. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. എക്സ് ഒന്നും എടുത്ത് ചെയ്യണമെന്നില്ല. എക്സ് എടുത്തിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ രീതിയിലേക്കൊന്നും സ്റ്റെപ്പിലേക്ക് പോകണ്ട. അത് കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കുക. അവിടെയുള്ള ട്രയാങ്കിളിന്റെ ആംഗിൾസ് എന്താണ്? 30, 60, 90 ആണ്. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് എന്ത് വേണം? 1. 30ക്ക് ഓപ്പോസിറ്റ് 1 ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 60ക്ക് ഓപ്പോസിറ്റ് എന്ത് വേണം? √3 വേണം. സോ ഇവിടെ √3. 90ക്ക് ഓപ്പോസിറ്റ് എന്ത് വേണം? 2 വേണം. നോക്കിക്കോ, നമുക്ക് ഈ ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന്റെയും ലെങ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ റേഷ്യോ ആണ് എഴുതേണ്ടത്. ആണല്ലോ. സോ നോക്കിക്കോളാം, ഏതൊക്കെയാ വന്നേ? ഇവിടെ √2, ഇവിടെ എന്ത് വരും? ഇത്രയും 1, ഇത്രയും √3 ആണ്. സോ ഇതിന്റെ മൊത്തത്തിലുള്ള നീളം കിട്ടണമെങ്കിൽ ഇത് രണ്ടും കൂട്ടണം. അപ്പൊ എന്ത് വരും? 1 + √3. ഇത് 2. അപ്പൊ നമ്മൾ എപ്പോഴും റേഷ്യോ എഴുതുമ്പോൾ ഈ തന്ന ആംഗിൾസിനെ, നമ്മൾ ആ വലിയ ട്രയാങ്കിളിന്റെ തന്ന ആംഗിൾസിനെ എങ്ങനെ ഭാഗിക്കണം, എങ്ങനെ കൺസിഡർ ചെയ്യണം? ആംഗിൾസിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പൊ 30, 105, 45 ആണ് ഏറ്റവും ചെറുത് ആദ്യം എഴുതാം. ചെറുത് ഏതാണ്? 30 ഫസ്റ്റ്. രണ്ടാമത് 45. മൂന്നാമതാണ് നമ്മൾ എന്തെഴുതുക? 105 എഴുതുക. ഏതെങ്കിലും രൂപത്തിൽ എഴുതിയാൽ പോരാ. ഓക്കെ, ഇനി 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മൾ ഗ്രീൻ കളറിൽ വരച്ച ട്രയാങ്കിളിന്റെ റേഷ്യോ ആണ് നമ്മൾ കാണുന്നത്. സൈഡ്സ് നമ്മൾ റേഷ്യോ നമ്മൾ കാണുന്നത്. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? √2. അപ്പൊ ഇവിടെ നമ്മൾ എന്തെഴുതുക? √2. 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 45 ഇവിടെയാണ് ആണല്ലോ. 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് നമുക്ക് കിട്ടിയത് 2 ആണ്. 105ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് എന്താ? ഇത് മൊത്തം, അതായത് 1 + √3. എന്താ വരിക? 1 + √3 തന്നെ എഴുതുക. ഒരു ന്യൂ നമ്പർ വന്ന, ഒരു ഇറാഷണൽ നമ്പർ വന്ന ഇതിന് രണ്ടിനും നമ്മൾ കൂട്ടണമെങ്കിൽ 1 + √3 എന്നാണ് എഴുതുക. അപ്പൊ റേഷ്യോ കാണാൻ ഈസിയാണ്. എന്താ? √2:2:1 + √3. അപ്പൊ എക്സ് ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ എക്സ് ക്യാൻസൽ ചെയ്യുക, അതൊക്കെ കൺഫ്യൂഷൻ ആവും. അപ്പൊ അങ്ങനെയൊന്നും പോണ്ട. ഈ റേഷ്യോ ഡയറക്റ്റ് കൊടുക്കുക, എന്നിട്ട് ആൻസർ എഴുതും. സോ ആൻസർ കിട്ടിയ എന്താ? √2:2:1 + √3 ആണ് തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ. SSLC മോഡൽ 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ട്രയാങ്കിൾ ABC ഇവിടെ തന്നിട്ടുണ്ട്. In triangle ABC, the length of AP is 10 cm. What is the length of BP? What is the length of PC? Calculate the length of BC. Okay, so trigonum ABC യിൽ AP യുടെ നീളം 10 സെന്റിമീറ്റർ ആണ് എങ്കിൽ BP, PC, BC ഇവയുടെ നീളം കാണുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം AP എന്ന് പറഞ്ഞ ഒരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ട്രയാങ്കിൾ ABC രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആയി മാറും. ഒന്ന് ട്രയാങ്കിൾ APBയും മറ്റേത് ട്രയാങ്കിൾ APC. അപ്പൊ ആദ്യത്തെ ട്രയാങ്കിൾ എപ്പോഴും ട്രിഗണോമെട്രി ചെയ്യുന്ന സമയത്ത് റൈറ്റ് ട്രയാങ്കിളുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ട്രയാങ്കിൾ APB നോക്കുക. ട്രയാങ്കിൾ APBയിൽ ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 45 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ആ ട്രയാങ്കിളിലെ മറ്റ് ആംഗിൾസ് എങ്ങനെയായിരിക്കും? 45, 45, 90 എന്ന ക്രമത്തിലായിരിക്കും ആ ട്രയാങ്കിളിലെ ആംഗിൾസ് ഉണ്ടാവുക.
സോ ഇങ്ങനെയുള്ള ആംഗിൾസ് വരുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ നമുക്കറിയാം. ദെർഫോർ റേഷ്യോ ഓഫ് സൈഡ്സ്, ഈ സ്റ്റെപ്സ് ഒന്നും എഴുതേണ്ട കാര്യമില്ല, ആൻസേഴ്സ് മാത്രം എഴുതിയാൽ മതി. റേഷ്യോ ഓഫ് സൈഡ്സ് എന്ത് വരും? 1:1/√2 എന്ന് വരും. അതായത് 45, ഇതിന്റെ നേരെ മുകളിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. 45, 45, 90 എന്ന് വന്നാൽ ഒരു 45ന് കറസ്പോണ്ടിങ് ആയി 1, ഒരു 45ന് കറസ്പോണ്ടിങ് ആയി 1, 90ക്ക് കറസ്പോണ്ടിങ് ആയി √2. അപ്പൊ നമുക്ക് ആ ട്രയാങ്കിൾ നോക്കുക. ഒരു സൈഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് 10 തന്നിരിക്കുന്നത്. സോ നമുക്ക് ഒരു 45ന്റെ താഴെ നമുക്ക് എന്ത് എഴുതാം? 10 എന്ന് എഴുതാം. സോ 1 എന്നുള്ളത് 10 ആയി മാറും. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? ഇൻറ്റു 10 ചെയ്യുമ്പോഴാണ്. സോ ഈ 1നെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടും. √2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10√2 കിട്ടും. ഇനി ഫിഗറിൽ നമുക്ക് മാറ്റം വരുത്താം. ഒരു 45ന് ട്രയാങ്കിൾ APBയിൽ ഒരു 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് 10 ആണ്. അത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ 45ന് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് 10 ആണ്. സോ രണ്ടാമത്തെ 45 ഇവിടെയാണ് വരിക. സോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഈ ട്രയാങ്കിളിൽ BP ആണ്. സോ അതിന്റെ ലെങ്ത് എന്ത് വരും? 10 സെന്റിമീറ്റർ വരും. അതുപോലെ 90ക്ക് ട്രയാങ്കിൾ APBയിൽ ഇതാണ് 90 ഡിഗ്രി. ഈ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 10√2 വരും. സോ ഈ സൈഡ് 10√2 വരും. ഓക്കെ. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ APC. ഇവിടെ ഒരാംഗിൾ നമുക്കറിയാം 30. സോ അതിനകത്തുള്ള മറ്റ് ആംഗിൾസ് 30, 60, 90 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് സൈഡ്സ് എന്താണ്? 1:√3:2. നമുക്ക് അറിയാവുന്ന സൈഡ് ഏതാണ്? 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് അറിയുന്നത്. സോ 30ന് കറസ്പോണ്ടിങ് ആയി 1 ഉണ്ട്. സോ അവിടെ നമുക്ക് എന്ത് എഴുതാം? 10 എഴുതാം. സോ 1 10 ആയി മാറും. 1 10 ആയത് ഇൻറ്റു 10 ചെയ്യുമ്പോഴാണ്. അപ്പൊ √3നെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 10√3 കിട്ടും. 2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 20 കിട്ടും. അപ്പൊ അത് വെച്ച് നമുക്ക് ബാക്കിയുള്ള സൈഡ്സ് എഴുതാം. സോ 30ക്ക് ഓപ്പോസിറ്റ് ആയി 10, അത് ഓൾറെഡി എഴുതി കഴിഞ്ഞു. 60ക്ക് ഓപ്പോസിറ്റ് ആയി 10√3 വരും. ഇതാണ് 60 വരിക, ബിക്കോസ് ഇത് 90 ഡിഗ്രിയാണ്. സോ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 10√3, 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 20 വരും. അപ്പൊ നമ്മൾ എല്ലാ സൈഡും കണ്ടുപിടിച്ചു. ലെറ്റ് us ആൻസർ ദ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് വൺ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BP? ഫിഗർ നോക്കി BPയുടെ ലെങ്ത് എത്രയാന്ന് നോക്കൂ. 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PC? ഫിഗറിൽ നിന്ന് PCയുടെ ലെങ്ത് കാണാൻ പറ്റും. എത്രയാണ്? 10√3. ഇനി BCയുടെ ലെങ്ത്, BC കാണണമെങ്കിൽ BP പ്ലസ് PC ആണ്. ആണല്ലോ. BC is equal to BP plus PC. നമ്മൾ ഓൾറെഡി BP കണ്ടുവച്ചിട്ടുണ്ട് 10 പ്ലസ് PC കണ്ടുപിടിച്ചു 10√3. ഇതാണ് ആൻസർ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്ക കുട്ടികളും 10 പ്ലസ് 10√3 20√3 എന്ന് എഴുതി വെക്കും. അത് തെറ്റാണ്. 10 into √3 ആണ്. ഇത് 10. സോ 10ഉം ഇതൊരു റാഷണൽ നമ്പർ ആണ്. ന്യൂ നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. സോ ഒരു റാഷണൽ നമ്പറും ഒരു ഇറാഷണൽ നമ്പറും ആഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ആഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ പ്ലസ് എന്ന സിമ്പൽ ഇടാൻ മാത്രമേ പാടുള്ളൂ. സോ BP പ്ലസ് PC ഒന്ന് √3 വരുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ കൂട്ടി 20√3 എന്ന് എഴുതരുത്. ഉത്തരം തെറ്റാണ്. ഉത്തരം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ, 10 പ്ലസ് 10√3. SSLC 2020 ക്വസ്റ്റ്യൻ ആണിത്. ഒരു ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. In this triangle, angle A is equal to angle B is equal to 30 degree. AC is equal to 4 centimeter. What is the length of BC? Find the length of AB. In triangle PQR, വേറൊരു ട്രയാങ്കിൾ PQRൽ PQ 4√3 centimeter ആംഗിൾ P is equal to ആംഗിൾ Q is equal to 30 ഡിഗ്രിയും വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. Draw the triangle. ത്രികോണം ABCയിൽ ആംഗിൾ കോൺ A സമം കോൺ B സമം 30 ഡിഗ്രിയാണ്. AC 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ BCയുടെ നീളം കാണാം, ABയുടെ നീളം കാണാം. PQ 4√3 സെന്റിമീറ്ററും ആംഗിൾ P ആംഗിൾ Q 30 ഡിഗ്രിയുമായ ത്രികോണം PQR വരയ്ക്കുക. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് കാണുമ്പോൾ അറിയാം ഇതൊരു നോൺ റൈറ്റ് ട്രയാങ്കിൾ ആണ്. മട്ടത്രികോണം അല്ലാത്ത ഒരു ട്രയാങ്കിൾ ആണ്.
അതിലെ ആംഗിൾസ് നോക്കുക. നമ്മുടെ കോമൺ ആംഗിളിൽ ഒന്നായ 30 ഡിഗ്രി അതിനകത്ത് ഉണ്ട്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രയാങ്കിളിനെ നമ്മൾ റൈറ്റ് ട്രയാങ്കിളുമായിട്ട് കണക്ട് ചെയ്യും. ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിനെ നമുക്കൊരു പെർപെൻഡിക്കുലർ സിയിൽ നിന്ന് വരച്ചാൽ എന്താക്കാം? 2 റൈറ്റ് ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റാൻ കഴിയും. അപ്പൊ നമുക്കിവിടെ ഡി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഒന്നാമത്തെ റൈറ്റ് ട്രയാങ്കിൾ ട്രയാങ്കിൾ ADC ആണ്. അവിടെയുള്ള ആംഗിൾസ് ഒന്ന് 30 ഡിഗ്രി ആയതുകൊണ്ട് മറ്റു 2 ആംഗിൾസ് 60യും 90യും ആയിരിക്കും. ഓക്കെ, 30, 60, 90 വരുന്ന ആംഗിൾസിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1:√3:2 ആണ്. ക്വസ്റ്റിനകത്ത് 4 സെന്റിമീറ്റർ AC ലെങ്ത് തന്നിട്ടുണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളില് ഈ സൈഡ് 4 എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്. സോ 90 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയി നമുക്ക് 4 സെന്റിമീറ്റർ എന്ന് എഴുതാം. അതായത് 2 എന്തായി? 4 ആയി. 2 4 ആയത് എങ്ങനെയാണ്? ഇൻറ്റു 2 ചെയ്തപ്പോഴാണ്. സോ എല്ലാ നമ്പേഴ്സിനെയും ഇൻറ്റു 2 ചെയ്യുക. √3 × 2 2√3 വരും. 1 × 2 2 വരും. സോ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് 2 ആയിരിക്കും. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് 2√3 ആയിരിക്കും. ഇവിടെ ഇതാണ് 60 ഡിഗ്രി. ഓക്കെ, സോ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിന്റെ 2√3 ആയിരിക്കും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഓൾറെഡി 4 എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ CDB. ഈ ട്രയാങ്കിളിലെ ഒരു ആംഗിൾ 30 ഡിഗ്രിയാണ്. സോ മറ്റ് 2 ആംഗിൾസ് 60 ഡിഗ്രിയും 90 ഡിഗ്രിയും ആയിരിക്കും. സോ റേഷ്യോ ഓഫ് സൈഡ്സ് ഇസ് ഈക്വൽ ടു 1:√3:2 ആണ്. സോ ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് അറിയാവുന്നത് 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് ആണ്. അത് 2 എന്ന് കിട്ടി. സോ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിന്റെ അടുത്ത് 2 എന്ന് എഴുതാം. സോ 1 2 ആയി. ഇൻറ്റു 2 ചെയ്തപ്പോഴാണ് 2 കിട്ടുക. സോ √3നെ ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2√3 വരും. 2നെ ഇൻറ്റു 2 ചെയ്യുമ്പോൾ 4 വരും. സോ ഈ രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ CDBയിൽ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 2, അത് ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 2√3, ഇതാണ് 60. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് DB ആണ്. ദാറ്റ് ഇസ് 2√3 വരും. ഇനി 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതാണ് 90 ഡിഗ്രി വരുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 4 വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആൻസർ എഴുതാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് BC? BCയുടെ നീളം എന്താണ്? നമുക്ക് ഫിഗറിൽ നിന്ന് എഴുതും. BCയുടെ നീളം 4 സെന്റിമീറ്റർ ആണ്. അതല്ലാതെ തന്നെ എഴുതാമായിരുന്നു. ബിക്കോസ് ഇവിടെ രണ്ടിടത്തും 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. സോ ഒരു 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് 4 തന്നത്. സോ ഈ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 4 എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് എഴുതാമായിരുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. AB എന്ന് പറയുന്നത് ഇത്രയുമാണ്. 2√3 + 2√3. രണ്ടിടത്തും ഇറാഷണൽ നമ്പർ √3 തന്നെയാണ് വന്നത്. സോ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാൻ പറ്റും. 2√3 + 2√3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4√3 വരും. സോ 4√3 സെന്റിമീറ്റർ ABയുടെ നീളം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതിനകത്തുണ്ട്. PQ 4√3 സെന്റിമീറ്റർ. അതായത് ഇവിടെ നോക്കിക്കോളൂ, ABയുടെ നീളമാണ് 4√3 നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ABയുടെ രണ്ടറ്റത്തുമുള്ള ആംഗിൾസ് ആണ് 30യും 30യും. അങ്ങനെയായ ത്രികോണം വരയ്ക്കാൻ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇതേ ട്രയാങ്കിൾ തന്നെ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ തന്ന അതേ ട്രയാങ്കിൾ തന്നെ വരയ്ക്കാനാണ് ഇവിടെ മൂന്നാമത്തെ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം ഒരു റഫ് വരയ്ക്കാം. റഫ് വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട ട്രയാങ്കിൾ ഇങ്ങനെയായിരിക്കണം. അവിടെ PQ. സോ ഇതാണ് 4√3 സെന്റിമീറ്റർ വന്നിരിക്കുന്നത്, ബേസ് ആണ്. സോ PQ ലെങ്ത് 4√3 ആയിരിക്കണം. ഓക്കെ, പിന്നെ തന്നിരിക്കുന്ന ആംഗിൾ P 30 ഡിഗ്രി ആയിരിക്കണം. ആംഗിൾ Q 30 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഈ രീതിയിൽ 4√3 സെന്റിമീറ്ററിൽ ബേസ് വരയ്ക്കുക എന്ന് പറയുന്നത് ഈസി അല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബേസ് 4√3യും അതിന്റെ എൻഡിൽ വരുന്ന ആംഗിൾസ് 30യും 30യും ആണെങ്കിൽ ഈ ലെങ്ത്, അതായത് ഇത് R എന്ന് കൊടുക്കുമ്പോൾ PR 4 സെന്റിമീറ്റർ ആയിരിക്കണം, RQ 4 സെന്റിമീറ്റർ ആയിരിക്കണം,
ഈ ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കണം. 60 + 60 120. സോ ആ രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. സോ നമുക്ക് 6 എന്ന് പറഞ്ഞ പോയിന്റ് നോട്ട് ചെയ്യുന്നതായിരിക്കും ഇവിടെ ഈസി. സോ 6 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എടുക്കുക. അവിടെ നിന്ന് നമ്മൾ 4 സെന്റിമീറ്ററിൽ ഒരു RP വരയ്ക്കുക. ഓക്കെ, സ്കെയിലിൽ 4 സെന്റിമീറ്റർ എടുക്കുക, RP വരയ്ക്കുക. ഓക്കെ, സോ 4 സെന്റിമീറ്ററിൽ RP വരച്ചു. ദിസ് ഇസ് R, ദിസ് ഇസ് P. അപ്പൊ ഇത് 4 സെന്റിമീറ്റർ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ 120 ഡിഗ്രിയും Pയിൽ 30 ഡിഗ്രിയും വരുന്ന രീതിയിൽ Q മാർക്ക് ചെയ്യണം. ഓക്കെ, സോ Pനകത്ത് 30 ഡിഗ്രി. സോ Pയുടെ ചേർന്ന് നടുവിലത്തെ പ്രൊട്രാക്ടറിന്റെ ആ നടുവിലത്തെ ഭാഗം വെക്കുക. അപ്പം ലൈൻ വന്നിരിക്കുന്നത് മുകളിലേക്കാണ്. സോ മുകളില് 0 തുടങ്ങി 30 മെഷർ ചെയ്യണം. ഓക്കെ, സോ 30 വരുന്നത് ഇവിടെയാണ്. ഓക്കെ, 30 മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ലൈൻ നീട്ടി വരയ്ക്കുക. ഓക്കെ, ഇനി ആറിൽ 120 എടുക്കണം. സോ ആറിന്റെ അവിടെ പ്രൊട്രാക്ടറിന്റെ നടുവിലത്തെ ഭാഗം വെക്കുക. 120 ആണ് എടുക്കേണ്ടത്. സോ താഴേക്കാണ് ലൈൻ പോയിരിക്കുന്നത്. സോ ഇവിടുത്തെ 0 പരിഗണിക്കണം. 0 മുതൽ 120 വരെ. സോ 120 ഇവിടെ വരും. ആറിനെയും ആ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുക. സോ രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ഇതാണ്. സോ ഇതായിരിക്കും Q. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടും. ഇത് 120 വരും, ഇത് 30 വരും, ഇത് 4 സെന്റിമീറ്റർ ആയിരിക്കും, ഇതായിരിക്കും 4√3 സെന്റിമീറ്റർ. 120 + 30 150. സോ ദിസ് ആംഗിൾ വിൽ ബി 30 ഡിഗ്രി. SSLCക്ക് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ABC. ഫിഗറിൽ നിന്ന് നോക്കിയാൽ ആംഗിൾ A 75 ഡിഗ്രി എന്നും ആംഗിൾ C 60 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ഇൻ ട്രയാങ്കിൾ ABC, ആംഗിൾ A is equal to 75 degree, angle C is equal to 60 degree. What is the measure of angle B? If AB is equal to 5√2, what is the length of AC? Find the ratio AB is to BC is to AC. ത്രികോണം ABCയിൽ കോൺ A 75 ഡിഗ്രി, കോൺ C 60 ഡിഗ്രി, കോൺ ബിയുടെ അളവെത്ര? AB സമം 5√2 ആണെങ്കിൽ ACയുടെ നീളം എത്ര? AB is to BC is to AC എന്ന അംശബന്ധം കാണുക. സോ നമുക്ക് നമ്മുടെ കോമൺ ആംഗിളിൽ ഒന്നായ 60 ഡിഗ്രിയുള്ള ഒരു നോൺ റൈറ്റ് ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ റൈറ്റ് ട്രയാങ്കിൾ ആക്കണം. എങ്ങനെ വരയ്ക്കും? ഒരു പെർപെൻഡിക്കുലർ മൂന്നാമത്തെ വെർട്ടെക്സിൽ നിന്നും ബേസിലോട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ദിസ് ട്രയാങ്കിൾ ആസ് 2 റൈറ്റ് ട്രയാങ്കിൾസ്. ഓക്കെ, സോ ഇതിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രയാങ്കിൾ ABCയിൽ ആംഗിൾ A 75 ഡിഗ്രിയും ആംഗിൾ C 60 ഡിഗ്രിയും ആണെങ്കിൽ വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ B? ഈ ആംഗിൾ എത്ര ആയിരിക്കണം? നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ട്രയാങ്കിൾ ABCയിൽ 3 ആംഗിൾസും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി കിട്ടണം. ഒരു ട്രയാങ്കിളിലെ എല്ലാ 3 ആംഗിൾസിന്റെയും തുക എന്ന് പറയുന്നത്, സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കണം? ഇത് 45 ഡിഗ്രി ആയിരിക്കണം. ആണല്ലോ, കാരണം 75 + 45 + 60 ആണ് 180 കിട്ടുക. സോ ഈ ആംഗിൾ 45 ആയിരിക്കും. സോ നമുക്ക് ഒന്നാമത്തതിന്റെ ആൻസർ എഴുതാൻ പറ്റും. ഫസ്റ്റിന്റെ ആൻസർ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രിയിൽ നിന്ന് മറ്റ് രണ്ട് ആംഗിൾസിന്റെ സമ്മ് മൈനസ് ചെയ്യുക, 75 + 60. So that's equal to 180 minus 75ഉം 60ഉം കൂടെ കൂട്ടിയാൽ 135 കിട്ടും.
സോ 180 നിന്ന് 135 മൈനസ് ചെയ്താൽ 45 വരും. ഇങ്ങനെ ഒന്നും സ്റ്റെപ്പ് എഴുതണമെന്നില്ല, ഡയറക്റ്റ് 45 ഡിഗ്രി എന്ന് ആൻസർ എഴുതാം. സോ ആംഗിൾ ബി എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. സോ വി ഹാവ് ആൻസേർഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നൗ സെക്കൻഡ് വൺ, if AB is equal to 5√2, what is the length of AC? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ 45 ഉം 60 നമ്മുടെ കോമൺ ആംഗിൾസിൽ വരുന്നതാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന നോൺ റൈറ്റ് ട്രയാങ്കിളിനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റും. ഓക്കെ, സോ ഇത് 45 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കണം, 45 ആയിരിക്കണം. ഇത് 90 ഡിഗ്രി. ഇവിടെ ഇത് 60 ആണെങ്കിൽ ഇതെന്തായിരിക്കണം, 30 ആയിരിക്കണം. സോ നിങ്ങൾക്ക് കാണാം 45ഉം 30യും കൂടെ കൂട്ടിയാൽ ഈ ആംഗിൾ എയും ട്രയാങ്കിൾ ABC കിട്ടും 75 ഡിഗ്രി. സോ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. സോ നമുക്ക് ഇതിന് AD എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്സ് നമുക്ക് ജസ്റ്റ് എഴുതാം. ട്രയാങ്കിൾ ADBയിൽ ആംഗിൾസ് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ആണ്. സോ റേഷ്യോ സൈഡ്സ് 1:1:√2 ആണ്. ഈ ട്രയാങ്കിളില് ABയുടെ ലെങ്ത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് 5√2 എന്ന് തന്നിട്ടുണ്ട്. അതായത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 5√2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ √2 5√2 ആയി. √2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 5√2 കിട്ടുക, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. സോ ഒന്നിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സോ 5 കിട്ടും. ഈ ഒന്നിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സോ 5 കിട്ടും. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. ഒരു 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 5 ആണ്. രണ്ടാമത്തെ 45നും ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 5 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 5√2 നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ട് ഓഫ് ട്രയാങ്കിൾ എടുക്കുക. സോ അത് ട്രയാങ്കിൾ ADC ആണ്. അതിലുള്ള ഈ രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിളിലുള്ള ആംഗിൾസ് 30, 60, 90 ആ ഓർഡറിൽ തന്നെ എഴുതണം. ഏറ്റവും ചെറുത് ആദ്യം എഴുതാം. 30, 60, 90 ആണ്. സോ റേഷ്യോ സൈഡ്സ് 1:√3:2 ആണ്. നമുക്കറിയുന്നത് 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് 5 ആണല്ലോ. ഈ ട്രയാങ്കിളിൽ നമുക്ക് അറിയുന്ന സൈഡ് AD ആണ്. അത് 60 എന്ന് പറഞ്ഞ ആംഗിളിന് ഓപ്പോസിറ്റ് ആണ്. സോ 60ക്ക് താഴെ നമുക്ക് എന്തെഴുതാം, 5 എഴുതാം. സോ √3 5 ആണ്. √3 5 ആവണമെങ്കിൽ എന്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായല്ലോ, ഇത് ബൈ ഇത്. അപ്പൊ നമുക്ക് 1നെ 5/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/√3 കിട്ടും. 2നെ 5/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 5 10/√3 കിട്ടും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. സോ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 30 എന്ന് പറഞ്ഞ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് 5/√3 ആയിരിക്കും. 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 5 ആയിരിക്കും. അത് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 10/√3 ആയിരിക്കും. Now we can answer the question. So the first one എന്താണ്, AB 5√2 ആണെങ്കിൽ what is the length of AC? AC യുടെ ലെങ്ത് എത്ര? AC യുടെ ലെങ്ത് ക്വസ്റ്റ്യനകത്ത് കാണാം. എത്രയാണ്, 10/√3 സെന്റിമീറ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ B, what is the length of AC? AC is equal to 10/√3 സെന്റിമീറ്റർ. ഇനി C കണ്ടുപിടിക്കാം. Find the ratio AB is to BC is to AC. AB is to BC is to AC. That's equal to AB നോക്ക്, AB 5√2 is to BC 5 plus 5√3. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതണം, കൂട്ടാൻ പാടില്ല. 5 plus 5/√3 10/√3 എന്ന് ആൻസർ എഴുതരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെ 5 plus 5/√3 എന്ന് തന്നെ എഴുതാൻ പാടുള്ളൂ. is to AC 10/√3. ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ആദ്യത്തേതിലും അവസാനത്തിലും ഒരൊറ്റ ടേമേ ഉള്ളൂ 5√2. ഇവിടെ 10/√3. എന്നാൽ നടുവിലത്തേല് രണ്ട് ടേംസ് ഉണ്ട്, 5ഉം 5/√3. സോ നിങ്ങൾ നോക്കേണ്ടത് ഈ 4 എണ്ണത്തിലും കോമൺ ആയിട്ടുള്ളത് ഏതാന്നാണ്. 3 എണ്ണം അല്ല. രണ്ടാമത്തേതില് 2 ടേംസ് വന്നത് കാരണം 4ലും കോമൺ ആയിട്ടുള്ളത്. സോ ഇതിനകത്ത് 5 ഉണ്ട്. ഈ നടുവിലത്തെ 2 എണ്ണത്തിലും 5 ഉണ്ട്. മൂന്നാമത്തേലും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് എല്ലാ നമ്പറിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5√2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ √2 കിട്ടും. ഇവിടെ
5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 5/√3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ക്യാൻസൽ ആവും, ബാക്കി 1/√3 ഈസ് ടു 10/√3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. സോ നമുക്ക് 2/√3. സോ ദ റിക്വയർഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു √2 ഈസ് ടു 1 പ്ലസ് 1/√3 ഈസ് ടു 2/√3. SSLC മോഡൽ 2020 ക്വസ്റ്റ്യൻ ആണ്. ട്രയാങ്കിൾ PQR തന്നിട്ടുണ്ട്. In the triangle PQR, angle P is equal to 45 degree, angle R is equal to 105 degree, PR is equal to 5√2 centimeter. What is the perpendicular distance from the vertex R to PQ? What is the length of PQ? If the ratio of angles of triangle is 2:3:7, write the ratio of its sides. ത്രികോണത്തിൽ ആംഗിൾ P 45 ഡിഗ്രി, ആംഗിൾ R 105 ഡിഗ്രി, PR 5√2 സെന്റിമീറ്റർ ആണെങ്കിൽ ആറിൽ നിന്നും PQവിലേക്കുള്ള ലംബ ദൂരം എത്രയാണെന്ന് കാണണം. PQവിന്റെ നീളം കാണണം. ഒരു ത്രികോണത്തിന്റെ കോണുകൾ തമ്മിലുള്ള അംശബന്ധം 2:3:7 ആണെങ്കിൽ അവയുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ തന്നെ ആൻസർ എഴുതാം. What is the perpendicular distance from the vertex R to PQ? നമുക്ക് ഈ ഫിഗറിനകത്ത് ആറിൽ നിന്ന് PQ, ഇതാണ് PQ, PQവിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം, ഒരു ലംബം വരയ്ക്കാം. അതിൻ്റെ ലെങ്ത് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ അതിന് നമുക്ക് S എന്ന പോയിന്റിന് പേര് കൊടുക്കാം. സോ നമുക്ക് പെർപെൻഡിക്കുലർ ഫ്രം R to PQ ഈസ് RS. RSന്റെ ലെങ്ത് കാണണം. അതിനു വേണ്ടിയിട്ട് അങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോൾ, പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ PQR 2 റൈറ്റ് ട്രയാങ്കിൾസ് ആയി മാറിയിരിക്കുന്നു. അതിൽ ഒരു ആംഗിളില് 45 ആണ്. ഓക്കെ, ട്രയാങ്കിൾ PQRൽ 2 ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ് ആണല്ലോ. അപ്പൊ 45ഉം 105ഉം ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ആയിരിക്കും. സോ നമുക്കത് ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, ഇനി നോക്കുക, 2 റൈറ്റ് ട്രയാങ്കിൾസ് ആക്കിയപ്പോൾ ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കാരണം അതിൻ്റെ ഒരു സൈഡാണ് നമ്മുടെ കയ്യിലുള്ളത്, 5√2. ആ റൈറ്റ് ട്രയാങ്കിൾ RSP എന്ന് എടുക്കാം. സോ ഒന്നാമത്തെ ആൻസർ എഴുതാണ്. അവിടെ നമ്മൾ ട്രയാങ്കിൾ RSP എടുക്കുന്നു. ഈ ട്രയാങ്കിളിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒരു ആംഗിൾ 45 ആണെങ്കിൽ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. മറ്റ് 2 ആംഗിൾസും 45, 90 ആയിരിക്കും. സോ 45, 45, 90 എന്ന ആംഗിൾസ് വന്ന ട്രയാങ്കിളിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1:2, 1:√2 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് ഈ ട്രയാങ്കിളിൽ നമുക്ക് അറിയാവുന്നത് 5√2. സോ 90ക്ക് നേരെ താഴെ നമുക്ക് ആ 5√2 എഴുതാം. √2 5√2 ആയി. എങ്ങനെ? ഇൻറ്റു 5 ചെയ്തപ്പോൾ. അപ്പൊ 1നെയും ഇൻറ്റു 5 ചെയ്യാം. സോ നമുക്ക് 5 കിട്ടും. ഈ 1നെയും ഇൻറ്റു 5 ചെയ്യുമ്പോൾ 5 കിട്ടും. സോ 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 5 ആയിരിക്കും. ഇതും 45 ആണ് ആണല്ലോ. ഇതിനെ 105നെ 2ആയിട്ട് ഭാഗിച്ചപ്പോൾ ഈ ഭാഗം 45 ആണ്. ഈ 45ന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത്തും 5 ആണ്. നോക്കിക്കോളൂ, 45, 45, 90 വന്നപ്പോൾ സൈഡ്സ് 5, 5, 5√2, 5, 5, 5√2. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. RS ആണ് പെർപെൻഡിക്കുലർ. സോ അതിന്റെ നീളം എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. സോ ആൻസർ നമുക്ക് എഴുതാം RS, that is the perpendicular distance from vertex R to PQ. Rൽ നിന്ന് PQവിലേക്കുള്ള ലംബ ദൂരമാണ്. that is equal to 5 centimeter. ഒന്നാമത്തതിന്റെ ആൻസർ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തതിലേക്ക് പോകാം. what is the length of PQ? ഇത്രയും വേണം. ഇത്രയും നമുക്ക് PS കിട്ടിക്കഴിഞ്ഞു 5 ആണെന്ന്. SQയും കൂടെ കിട്ടിയാൽ നമുക്ക് രണ്ടാമത്തെ ആൻസർ എഴുതാൻ പറ്റും. ഇത്രയും ഈ നീളവും കൂടെ കൂട്ടിയാൽ നമുക്ക് PQവിന്റെ ലെങ്ത് കിട്ടും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ രണ്ടാമതായിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ പരിഗണിക്കണം. അത് RSQ ആണ്. സോ ബിയുടെ ആൻസർ ആണ് നമ്മൾ എഴുതുന്നത്. അവിടെ നമ്മൾ ട്രയാങ്കിൾ RSQ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ RSQന്റെ ആംഗിൾസ് എന്തായിരിക്കും? ഒരാംഗിൾ 30 ആണ്. ഈ ആംഗിൾ 90 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കണം? 60 ആയിരിക്കണം. 45ഉം 60യും കൂടെ കൂട്ടുമ്പോൾ 105 കിട്ടും. സോ അതിലെ ആംഗിൾസ് 30, 60,
90 എന്ന ക്രമത്തിലാണ്. സോ റേഷ്യോ ഓഫ് സൈഡ്സ് 1:√3:2 ആയിരിക്കും. ഇവിടെ നമുക്ക് അറിയാവുന്നത് 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് നമുക്ക് ഈ രണ്ടാമത്തെ ട്രയാങ്കിളിൽ അറിയുന്നത്. സോ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡായിട്ട് 30യുടെ താഴെ നമുക്ക് 5 എഴുതാം. അതായത് 1 5 ആയി. എങ്ങനെ? ഇൻറ്റു 5 ചെയ്തപ്പോൾ. അപ്പൊ √3നെയും ഇൻറ്റു 5 ചെയ്യുക, 5√3 കിട്ടും. 2നെ ഇൻറ്റു 5 ചെയ്യുക, 10 കിട്ടും. സോ നമുക്കിനി അത് ഫില്ല് ചെയ്യാം. 30ക്ക് ഓപ്പോസിറ്റ് 5 മാർക്ക് ചെയ്ത് കഴിഞ്ഞു. 60 ഇതാണ് 60. 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 5√3. സോ ഇത്രയും 5√3. ഓക്കെ. 90ക്ക് ഇതാണ് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 10. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആൻസർ എഴുതാം. രണ്ടാമത്തെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് PQവിന്റെ ലെങ്ത് ആണ്. അപ്പൊ ഫിഗർ നോക്കിക്കോളൂ. PQ എന്താ കിട്ടുക? PS + SQ ആണ് PQ. PS എത്രയാണ്? PS 5 ആണ്. SQ എത്രയാണ്? 5√3 ആണ്. 5ഉം 5√3 കൂടെ കൂട്ടി 10√3 എന്ന് എഴുതരുത്. ആൻസർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. 5 + 5√3 സെന്റിമീറ്റർ ആണ് PQവിന്റെ ലെങ്ത്. ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത്തെ ആൻസർ എഴുതാം. C. ഇഫ് ദ റേഷ്യോ ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഇസ് 2:3:7. ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ 2:3:7 ആണെങ്കിൽ, അപ്പൊ വേറൊന്നിലേക്കൊന്നും പോകരുത്. തന്ന ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ തന്ന ക്വസ്റ്റ്യനിലെ ആംഗിൾസ് ഏതൊക്കെയാണ് നോക്ക്. ട്രയാങ്കിൾ PQR ആണ് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ. അതിലെ ആംഗിൾസ് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ P 45, ആംഗിൾ R 105, ആംഗിൾ Q നമ്മൾ കണ്ടുപിടിച്ചു 30 എന്ന്. അപ്പൊ അതിനെ നമ്മൾ ചെറുതിൽ നിന്ന് വലിയ ക്രമത്തിൽ എഴുതണം. റേഷ്യോ ഓഫ് ആംഗിൾസ് ഓഫ് ഗിവൺ ട്രയാങ്കിൾ. ഒരു ക്വസ്റ്റ്യനിൽ ABC പാർട്ട് തന്നാൽ ആ Aയും Bയും Cയും ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ. സോ എന്തായാലും 2:3:7 എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കരുത്. തന്ന ട്രയാങ്കിളുടെ ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ 2:3:7 ആണോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. അപ്പൊ റേഷ്യോ ഓഫ് ആംഗിൾസ് ഓഫ് ഗിവൺ ട്രയാങ്കിൾ. അപ്പൊ തന്ന ആംഗിൾസ് ട്രയാങ്കിളിന്റെ ആംഗിൾസിൽ ഏറ്റവും ചെറുത് ഏതാണ്? 105ഉം 45ഉം 30. PQR ആണ് തന്ന ട്രയാങ്കിൾ അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും ചെറുത് 30 ആണ്. അപ്പൊ 30:, പിന്നെ അതിന് വലുത് 45. 45:105. ഓക്കെ. അപ്പൊ നോക്കാം. ഫസ്റ്റ് റേഷ്യോയില് വന്ന ഫസ്റ്റ് 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വന്നത് 2 ആണ്. 30നെ 2ലേക്ക് ആക്കണമെങ്കിൽ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആണല്ലോ. അപ്പൊ എല്ലാ നമ്പറിനെയും 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കാം. 30നെ ഇതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം ആണല്ലോ. സോ 30നെ 15 കൊണ്ട് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. 45നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടുമോ? യെസ്. 105നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടുമോ? കിട്ടും. അപ്പൊ തന്ന ട്രയാങ്കിളിന്റെ ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 2:3:7. അങ്ങനെയാണെങ്കിൽ ആംഗിൾസ് എന്തൊക്കെയാവുക? 30യും 45ഉം 105ഉം. ആ ആംഗിൾസിന്റെ 30യും 45ഉം 105ഉം ആംഗിൾസ് ആയി വരുന്ന ട്രയാങ്കിളിന്റെ സൈഡ്സ് ഏതൊക്കെയാണെന്ന് ഫിഗറിൽ നോക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റും. അതായത് 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 5√2, 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 10, 105ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 5 + 5√3. അപ്പൊ ഈ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. സോ റേഷ്യോ ഓഫ് സൈഡ്സ്. സ്റ്റെപ്പ് ഒന്നും എഴുതണമെന്നില്ല. ജസ്റ്റ് ഇത് മനസ്സിലാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആൻസറിനാണ് മാർക്ക്. ഓക്കെ. അപ്പൊ 5√2, 10, 5 + 5√3 വരും. സോ അതിന്റെ റേഷ്യോ കാണണം. അപ്പൊ ഇവിടെ നോക്കുക. ആദ്യത്തെ രണ്ടിലും ഒരൊറ്റ നമ്പറേ ഉള്ളൂ. എന്നാൽ രണ്ടാമത്തേല് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. സോ എല്ലാ നമ്പേഴ്സിലും കോമൺ ആയിട്ടുള്ളത് നോക്കാം. 5√2ല് 5 ഉണ്ട്, 10നകത്ത് 5 ഉണ്ട്, 5ന്റെ മൾട്ടിപ്പിൾ ആണ് 10, 5ല് 5 ഉണ്ട്, 5√3ലും 5 ഉണ്ട്. സോ ഓരോ നമ്പേഴ്സിനെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് കിട്ടും? 5√2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ √2 വരും. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. ഈ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. പ്ലസ് 5√3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ √3 വരും. സോ ആൻസർ എന്താണ്? √2:2:1 + √3.
2019-20 5 മാർക്സിന് ചോദിച്ച സെക്കൻഡ് ടേമിലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ട്രയാങ്കിൾ പി ക്യു ആർ തന്നിട്ടുണ്ട്. ആംഗിൾ ക്യു 45 ഡിഗ്രി, ആംഗിൾ ആർ 30 ഡിഗ്രി, ആംഗിൾ പി എസ് ആർ 90 ഡിഗ്രി and PR is equal to 8 centimeter. What is the length of PS? Second question, find the length of QR and QP. Draw the triangle with ratio of the sides √2:2:1 plus √3. ചിത്രത്തിൽ ആംഗിൾ Q 45 ഡിഗ്രി, ആംഗിൾ R 30 ഡിഗ്രി, ആംഗിൾ PSR ക്വസ്റ്റിനകത്ത് നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. 90 ഡിഗ്രി ആകുമ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുക, 90 ഡിഗ്രി. ഓക്കെ, PR 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. PSന്റെ നീളം കാണണം, ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് കാണണം. QR, QP എന്നിവയുടെ നീളം കാണും, QR, QP. അതായത് ഈ ട്രയാങ്കിളിന്റെ ബാക്കി രണ്ട് സൈഡ്സിന്റെ ലെങ്ത് കാണാനാണ് പറഞ്ഞത്. ഇനി വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം √2:2:1 plus √3 ആയ ത്രികോണം വരയ്ക്കുക. ഓക്കെ, സോ നമുക്ക് ആദ്യം PSന്റെ ലെങ്ത് തന്നെ കാണാം. അപ്പോൾ PSന്റെ ലെങ്ത് കാണണമെങ്കിൽ നമുക്ക് രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആയി മാറിയിട്ടുണ്ട്. അതിൽ 45 ഡിഗ്രിയും 30 ഉണ്ട്, നമ്മുടെ കോമൺ ആംഗിളിൽ വരുന്നതാണ്. പക്ഷേ ട്രയാങ്കിൾ PSQ ഇത് 90 ആണെങ്കിൽ ഇതും 90 ആണ്, ലീനിയർ പെയർ അല്ലെ, രേഖീയ ജോഡി. ഇത് രണ്ടും കൂട്ടുമ്പോൾ 180 ആണ് വരും. സോ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഇതും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് PSQ എടുത്താൽ നമുക്ക് അതിനകത്തുള്ള ഒരു സൈഡും തന്നിട്ടില്ല. അപ്പൊ ഏറ്റവും നല്ലത് എന്താണ്, ട്രയാങ്കിൾ PSR എടുക്കുന്നതാണ്. ട്രയാങ്കിൾ PSR എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു സൈഡ് PR തന്നിട്ടുണ്ട്. സോ നമുക്ക് ഒന്നാമത്തതിന്റെ ആൻസർ എഴുതണമെങ്കിൽ ഇതിൽ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ആ ട്രയാങ്കിൾ ഒരു സൈഡാണ് നമുക്ക് അറിയുള്ളൂ. സോ വി കൺസിഡർ ദ ട്രയാങ്കിൾ PSR. സോ വാട്ട് അബൌട്ട് ദ ആംഗിൾസ് ഇൻ ദാറ്റ് ട്രയാങ്കിൾ? ഒരു ആംഗിൾ 30 ഡിഗ്രി ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, മറ്റത് 90 ഡിഗ്രിയാണ്. സോ ഡെഫിനറ്റ്ലി ഈ ആംഗിൾ എത്രയാണ് വരിക, 60 ആണ് വരിക. സോ ഇതിലെ ആംഗിൾസ് 30, 60, 90 ആയിരിക്കും. ഈ ഓർഡറിൽ തന്നെ എഴുതണം. ഓക്കെ, 30, 60, 90 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1:√3:2 ആണ്. ഓക്കെ, നമുക്ക് അറിയാവുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് തന്നിരിക്കുന്നത് 80. സോ 90ക്ക് നേരെ താഴെ നമുക്ക് 8 എന്ന് എഴുതാം. 2നെ 8 ആയി. സോ 2 8 ആയത് എങ്ങനെയാണ്, ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ്. സോ √3നെ ഇൻറ്റു 4 ചെയ്യുമ്പോൾ 4√3 കിട്ടും. 1നെ ഇൻറ്റു 4 ചെയ്യുമ്പോൾ 4 കിട്ടും. സോ നമുക്ക് ആ ട്രയാങ്കിളിൽ ബാക്കിയുള്ള സൈഡ്സ് എഴുതാം. 30ക്ക് ഓപ്പോസിറ്റ് 4. ഓക്കെ, 30 ഇതാണ്. സോ PSന്റെ ലെങ്ത് എന്ത് വരും, 4 വരും. 60ക്ക് ഓപ്പോസിറ്റ് 4√3 വരും. 90ക്ക് ഓപ്പോസിറ്റ് 8 ഓൾറെഡി നമ്മൾ എഴുതി. സോ നമുക്കിവിടെ ഒന്നാമത്തെ ആൻസർ എഴുതാം. PSന്റെ ലെങ്ത് ആണ് ചോദിച്ചത്, നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. PS is equal to 4 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് QRും QPയും തമ്മിലുള്ള QRന്റെയും QPയുടെയും നീളമാണ്. ഓക്കെ, അതിനുവേണ്ടി ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ഈ രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ PSQ ആണ്. അതിൽ ഒരാംഗിൾ 45 ഡിഗ്രിയാണ്, ഇത് 90 ആകുമ്പോൾ അതിലുള്ള ട്രയാങ്കിൾസിന്റെ ആ ട്രയാങ്കിളിന്റെ ആംഗിൾസ് 45, 90 ആയിരിക്കും. ഓക്കെ, ഒരു ആംഗിൾ 45 ഒരു ആംഗിൾ 90 ആണെങ്കിൽ മറ്റേ ആംഗിൾ എന്തായിരിക്കും, 45. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1:1:√2 ആണ്. നമുക്ക് ആ ട്രയാങ്കിൾ നോക്കാം. അതിൽ ഏത് സൈഡാണ് നമുക്ക് അറിയുന്നത്, PS അറിയാം, 4. അതൊരു 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. സോ ഒരു 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സൈഡ് നമ്മൾ 4 എടുക്കുമ്പോൾ അത് 1 4 ആയി മാറുകയാണ് ചെയ്തത്. സോ എന്ത് വരും, ഇൻറ്റു 4 ആണ് ചെയ്തത്. 1 4 ആണെങ്കിൽ ഇൻറ്റു 4. സോ ഈ 1നെ ഇൻറ്റു 4 ചെയ്യുമ്പോൾ 4 കിട്ടും. √2നെ ഇൻറ്റു 4 ചെയ്യുമ്പോൾ 4√2 കിട്ടും. സോ ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ, അതായത് 45, 45, 90 ഡിഗ്രി ആംഗിൾസ് വരുന്ന ട്രയാങ്കിളിൽ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 4ഉം മറ്റേ 45 ഇതാണ് 45, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് 4 വരും. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെങ്ത് 4√2 വരും. Now we can answer the question. ഫിഗർ നോക്കാം. Find the length of QR. QRന്റെ ലെങ്ത് എന്താണ്, QS plus SR, 4 plus 4√3.
സോ രണ്ടാമത്തെ ആൻസർ ബി. QR is equal to QS plus SR. QS 4, SR 4 root 3. So 4 plus 4 root 3 centimeter. Next QP. Figure നോക്കാം. QPയുടെ ലെങ്ത് എന്താണ്? 4 root 2. 4 root 2 centimeter. സോ രണ്ടാമത്തെ ആൻസർ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തേലേക്ക് പോകാം. Draw the triangle with ratio of the sides root 2 is to 2 is to 1 plus root 3. അപ്പോൾ തന്ന ട്രയാങ്കിളിന്റെ റേഷ്യോ സൈഡ്സിലേക്ക് തന്നെ കണക്ട് ചെയ്യാം. അപ്പൊ തന്ന ട്രയാങ്കിൾ PQR ആണ്. അതിലെ ആംഗിൾസ് നോക്കുക 30, 45. ആംഗിൾ P എന്ന് പറയുന്നത് എത്രയാണ്? 45 60 കൂടെ കൂട്ടുമ്പോൾ 105 വരും. അപ്പൊ തന്ന ട്രയാങ്കിൾ PQR ആണ്. സോ നമ്മൾ മൂന്നാമത്തെ ആൻസർ എഴുതുമ്പോൾ അവിടെ നിന്ന് തുടങ്ങുക. ഇൻ ട്രയാങ്കിൾ PQR ആംഗിൾ P എത്രയാണ്? ഫിഗർ നോക്കൂ. ആംഗിൾ P വരുമ്പോൾ ഇത് മൊത്തമാണ്. 45 60 കൂടെ കൂട്ടുമ്പോൾ 105 വരും. ആംഗിൾ Q എത്ര വരും? ആംഗിൾ Q 45 എന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ആംഗിൾ R 30 എന്ന ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ ഇതിന്റെ റേഷ്യോ സൈഡ്സ് കാണണമെങ്കിൽ ഈ ആംഗിൾസിന്റെ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതണം. സോ നമുക്ക് 30 ആദ്യം, അത് കഴിഞ്ഞ് 45, അത് കഴിഞ്ഞാണ് 105. ഓക്കെ, അപ്പൊ റേഷ്യോ സൈഡ്സ് ഇവിടെ എഴുതാം. റേഷ്യോ ഓഫ് സൈഡ്സ് 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് എത്രയാണ്? 30 ഇതാണ്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് PQ ആണ്. അതിന്റെ ലെങ്ത് 4 root 2 ഈസ് ടു അടുത്ത ആംഗിൾ 45 ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് 8 ആണ്. 105 മൂന്നാമത്തെ ആംഗിൾ. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് 4 plus 4 root 3 ആണ്. ആണല്ലോ. സോ ഈ നമ്പേഴ്സ് നോക്കാം. 4 root 2, 8, 4 root 3. ഇതിലെല്ലാം 4 കോമൺ ആണ്. സോ നമുക്ക് ഓരോ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 root 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ root 2 കിട്ടും. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 4 plus 4 root 3നെ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 4 root 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ root 3. സോ നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ തന്നെയാണ് ഇത്. root 2 is to 2 is to 1 plus root 3. അപ്പൊ ഇതേ റേഷ്യോയിൽ വരുന്ന, ഇതേ റേഷ്യോ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഇത് വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ടത് എന്ത് ട്രയാങ്കിൾ ആണ്? നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്ന അതേ ട്രയാങ്കിൾ തന്നെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. സോ നമുക്ക് ഈ ഒരു സൈഡ് നോക്കുക. അത് 4 plus 4 root 3 ആണ്. അത് മെഷർ ചെയ്ത് കണ്ടുപിടിക്കുക, വരയ്ക്കുക എന്നുള്ളത് വിഷമമായിരിക്കും. അതുപോലെ 4 root 2 എന്ന് പറയുന്നത് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് 8 വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്വസ്റ്റിനകത്ത് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേ മെഷർമെന്റ് എടുത്ത് വരച്ചാലും മതി. ഇവിടെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കറക്റ്റ് മെഷർമെന്റ് എടുത്ത് വരയ്ക്കാം. സോ നമുക്കൊരു റഫ് ഫിഗർ, നമ്മൾ ഈ ട്രയാങ്കിൾ PQR തന്നെയാണ് വരയ്ക്കേണ്ടത്. സോ ഫസ്റ്റ് വി നീഡ് ടു ഡ്രോ PR. കാരണം PRന്റെ ലെങ്ത് ആണ് 8 സെന്റിമീറ്റർ. അത് മെഷർ ചെയ്യാനാണ് നമുക്ക് ഈസി. സോ PR ട്രയാങ്കിൾ PQRൽ PR 8 സെന്റിമീറ്റർ ആദ്യം വരയ്ക്കുന്നു. ഓക്കെ, ഇത് P, ഇത് R, 8 സെന്റിമീറ്റർ. ഇനി നോക്ക്, പിയും പിയിൽ ഈ PR എന്ന് പറഞ്ഞ ആ സൈഡിന്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസ് ഇവിടെ 105, ഇവിടെ 30മാണ്. ആറിൽ 30 ഡിഗ്രി, പിയിൽ 105 ഡിഗ്രിയുമാണ്. സോ ഒരു പ്രൊട്രാക്ടർ എടുക്കുക. ആറിൽ നിന്ന് 30 ഡിഗ്രി ആംഗിൾ എടുക്കുക. സോ ആറിന്റെ അടുത്ത് പ്രൊട്രാക്ടർ വെക്കുക നടുവിൽ. സോ മുകളിലേക്കാണ് ആ ലൈൻ പോയിരിക്കുന്നത്. സോ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 0 ഉള്ളിലാണുള്ളത്. അവിടെ നിന്ന് 30 എടുക്കുക. സോ 30 ഇവിടെ വരും. ഓക്കെ, ആ ലൈൻ നമുക്ക് നീട്ടി യോജിപ്പിക്കാം. ഓക്കെ, ഇനി പിയിൽ നിന്ന് 105 ആണ് എടുക്കേണ്ടത്. സോ പിയിൽ വെക്കുക പ്രൊട്രാക്ടർ. P
പിയിൽ നിന്ന് PR പോകുന്ന താഴേക്കാണ്. സോ 0 ഉള്ളത് പുറത്താണ്. സോ 0യിൽ നിന്ന് 105 ഇവിടെ വരും. 105 100-നും 110-നും നടുവിൽ. സോ ആ പോയിന്റ് നമുക്ക് നീട്ടി വരയ്ക്കാം. ഈ രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് Q വരിക. സോ നമുക്ക് നേരത്തെ വരച്ചതിന് ഒന്നും കൂടെ നീട്ടി വരയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ പോയിന്റാണ് Q. ഇത് P, ഇത് Q, ഇത് R. PR 8 സെന്റിമീറ്റർ. ഈ ആംഗിൾ 30 ഡിഗ്രി, ഈ ആംഗിൾ 105 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. സൈഡ് ഇങ്ങനത്തെ ആംഗിൾ വരുന്ന ട്രയാങ്കിളിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയി 8 വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 4√2 ആയിരിക്കണം. ഇവിടെ എന്തായിരിക്കണം? 4 + 4√3 ആയിരിക്കും. SSLCക്ക് ചോദിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദ റേഷ്യോ സൈഡ്സ് ഓഫ് ദ ഫോളോയിങ് ട്രയാങ്കിൾ. താഴെ തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണുക. നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ABC. അതിനകത്ത് A എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്, B 135 ആണ്, C 15 ആണ്. ഓക്കെ, അതിലൊരു ആംഗിൾ 30 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആംഗിളിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ അല്ലെ, മൂന്നാമത്തെ വെർട്ടെക്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ AC എന്ന് പറഞ്ഞ സൈഡിലേക്ക് വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 30 വന്നത് കാരണം ഈ ഭാഗത്ത് 60 വരും. അങ്ങനെയാകുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് 75 ആണ് വരിക. അപ്പൊ അവിടെ രണ്ടാമത്തെ ഈ ഭാഗത്തുള്ള റൈറ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് അപ്പോൾ 15-ഉം 75-ഉം 90-ഉം ആയിരിക്കും വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് റേഷ്യോ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് ആക്കിയിട്ട് തന്ന ട്രയാങ്കിളിനെ മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ രണ്ട് ഭാഗത്തും കോമൺ ആംഗിൾസ്, അതായത് 30, 45, 60 വരണമെന്ന്. ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ 30 വരുള്ളൂ, മറ്റേ ഭാഗത്ത് നമുക്ക് കോമൺ ആംഗിൾസ് വരില്ല. സോ ഇതിനെ നമ്മൾ എന്തായാലും റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് ട്രയാങ്കിൾ ആക്കി മാറ്റണം. അപ്പം ഇവിടെ ഇതിനെ റൈറ്റ് ട്രയാങ്കിൾ ആക്കി മാറ്റണമെങ്കിൽ ബിയിൽ നിന്ന് AC-യിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ സാധ്യമാവില്ല. അപ്പോൾ എന്ത് ചെയ്യാ? നമ്മൾ AB എന്ന് പറഞ്ഞ ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. സിയിൽ നിന്ന് ആ എക്സ്റ്റെൻഡഡ് ലൈനിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പോയിന്റിന്, രണ്ട് ലൈൻസും കൂട്ടിമുട്ടുന്ന പോയിന്റിന് നമുക്ക് വേറൊരു പേര് കൊടുക്കാം, D എന്ന് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. CD അല്ലെ, CDB അല്ലെങ്കിൽ CDA എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. സോ ഇതില് ഈ ആംഗിൾ 30 ആണ്. ട്രയാങ്കിൾ ഇപ്പൊ നോക്കേണ്ട ട്രയാങ്കിൾ CDA ആണ്. ഓക്കെ, അല്ലെങ്കിൽ ADC. ട്രയാങ്കിൾ ADC നോക്കുക. ട്രയാങ്കിൾ ADCയില് ആംഗിൾ A 30 ആണ്, ആംഗിൾ D 90 ആണെങ്കിൽ ആംഗിൾ C എന്തായിരിക്കും? 60 വരണം. ഓക്കെ, സോ ട്രയാങ്കിൾ ADCയില് ആംഗിൾ A 30 ഡിഗ്രി, ആംഗിൾ D 90 ഡിഗ്രി, ആംഗിൾ C 60 ഡിഗ്രി വരും. സോ ഈ ആംഗിൾ സിയിൽ പകുതി 15 ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? മൊത്തം 60 വരണം. ഇത് 15 ആണെങ്കിൽ ബാക്കി 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ നമുക്കിവിടെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് കാണാൻ പറ്റും. ഒന്ന് ട്രയാങ്കിൾ ADCയും രണ്ട് ട്രയാങ്കിൾ BDCയും. ഓക്കെ, ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AB എന്ന് പറഞ്ഞ സൈഡും വേണം, BC എന്ന് പറഞ്ഞ സൈഡും വേണം, AC എന്ന് പറഞ്ഞ സൈഡും വേണം. ഓക്കെ, സോ നമുക്ക് ആദ്യം ട്രയാങ്കിൾ ADC എടുക്കാം. ട്രയാങ്കിൾ ADCയില് ആംഗിൾസ് 30, 90, 60 ആണ്. അതിനെ ഓർഡറിൽ എഴുതാം. 30, 60, 90 വന്നാൽ റേഷ്യോ സൈഡ്സ് 1:√3:2 ആണ്. ഒരു സൈഡും തരാത്ത സ്ഥിതിക്ക് 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് 1 എടുക്കാം. 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് √3 എടുക്കാം. എന്ന് പറയുമ്പോൾ AD മൊത്തം
√3 വരും. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് 2 വരും. സോ നമുക്ക് ഇവിടെ നമ്മുടെ ട്രയാങ്കിൾ ABC-യിൽ AC-ന്റെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, റേഷ്യോ ആണ് വേണ്ടത്. സോ സെന്റിമീറ്റർ എഴുതണ്ട, ജസ്റ്റ് ആ നമ്പർ മാത്രം എഴുതി വെച്ചാൽ മതി. സോ AC-ക്ക് കറസ്പോണ്ടിങ് ആയി നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ചെറിയ ട്രയാങ്കിൾ എടുക്കാം. ഏതാണ്? CDB ഓർ BDC എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഇത് 45 ആണ്, ഇത് 90 ആണ്. ഇതെന്ത് വരും? ഇതും 45 തന്നെയായിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം 135 + 45 180 ഡിഗ്രി ലീനിയർ പെയർ. സോ ഈ ട്രയാങ്കിൾ BDCയില് ആംഗിൾസ് 45, 45, 90 ആണ്. സോ റേഷ്യോ സൈഡ്സ് 1:2, 1:2, √2 ആണ്. ഒരു 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 1 ആയിരിക്കും. മറ്റ് 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 1 ആണ്, ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, അതായത് ഇത്രയും എത്രയാണ്? √2 വരും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ട്രയാങ്കിൾ ABCയിലെ ദ സൈഡ്സ് ഓഫ് ഗിവൺ ട്രയാങ്കിൾ ABC, AB, BC, AC. ABയുടെ ലെങ്ത് നമുക്ക് കിട്ടിയിട്ടില്ല. AD √3 ആണ്. BD 1 ആണെങ്കിൽ AB എന്തായിരിക്കും? ടോട്ടൽ √3ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി, ആണല്ലോ. സോ AB ഈസ് ഈക്വൽ ടു AD മൈനസ് BD. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു AD ഫുൾ √3 ആണ്. BD നമുക്ക് 1 കിട്ടി. സോ √3 മൈനസ് 1 എന്ന് വരും. ഇനി BC നോക്ക്, ഫിഗറിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് √2 വന്നു. BCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് √2 വന്നു. AC നമുക്ക് 2 എന്നും തന്നിട്ടുണ്ട്. റേഷ്യോ ആണ്. സോ ദർഫോർ 30, 135, 15 എന്നുള്ളതില് 15 ആണ് ഏറ്റവും ചെറുത്. സോ 15ന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് വേണം ആദ്യം എഴുതാൻ. ഏതാണ്? AB. AB ഈസ് 2. പിന്നെ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് BC ഈസ് 2. പിന്നെ വലിയ ആംഗിളായ 135ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് AC ഈസ് ഈക്വൽ ടു ABക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് √3 മൈനസ് 1 ഈസ് ടു BCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് √2 ഈസ് ടു ACക്ക് കറസ്പോണ്ടിങ് ആയി വി ഹാവ് 2. സോ ദ ആൻസർ ഈസ് √3 മൈനസ് 1 ഈസ് ടു √2 ഈസ് ടു